ഹലോ. ക്രിസ്മസൊക്കെ എല്ലാവർക്കും അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അടിപൊളിയായിരുന്നു. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള ചെറിയൊരു പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ ക്രിസ്മസൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. ക്രിസ്മസ് അപ്പൂപ്പനും കരോളും ഒക്കെ വന്ന് സംഭവം ഉഷാറാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി വെച്ചിട്ട് നമ്മളിവിടെ അടുത്തുള്ള ഫെസ്റ്റിവൽ സിറ്റിക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒട്ടുമിക്ക സ്ഥലത്തും പരിപാടിയെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല. കാരണം ഭയങ്കര റഷായിരിക്കും, ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പം നമ്മൾ ഇവിടം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇതൊരു മിനി ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയാം. ഇന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. ടിക്കറ്റ് 3 പേർക്കുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ക്വീനില്ല, ബിലോ 5 ആയിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് സ്നോ പാർക്ക് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, അതിനും ഫ്രീ എൻട്രി ടിക്കറ്റ് ആയിരുന്നു. അത് നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അവരുടെ ഒരു പ്രത്യേകതരം ക്രിസ്മസ് കരോള്. പക്ഷേ ക്രിസ്മസ് കരോളിലും ക്രിസ്മസ് അപ്പൂപ്പൻ മാത്രമേ ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാം. മലയാളികൾക്ക് പിന്നെ നാട്ടിൽ നിന്ന് പോകുന്ന ഇതൊക്കെ തന്നെ കേൾക്കാൻ രസമുള്ളൂ. പിന്നെ ഇവർ വിൻ്റർ സീസൺ ആയതുകൊണ്ട് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഇപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ ഒരു ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫുൾ സ്നോ ബബിളൊക്കെ മാറി മാറി വരികയായിരുന്നു. ഒറിജിനലായി ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു ചാൻസ് കിട്ടുള്ളൂ. എന്തായാലും മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ ഇവിടെ കുറേ റെസ്റ്റ് ഏരിയയും ഇഗ്ലും അതുപോലെ യൂണിക്കോണും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാതും ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത കാരണം ശരിക്കും നമുക്ക് ആ ഒരു മഞ്ഞിൻ്റെ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അവിടെ മഞ്ഞിൽ കളിക്കുന്ന പോലെ തോന്നിക്കുന്ന വിധത്തിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മൾ എത്തിയത് അവിടെ പർച്ചേസിങ് ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിക്കാം. ഈ സെയിം ആസ് ലൈക്ക് ഗ്ലോബൽ വില്ലേജ് പോലെ തന്നെയാണ്. ഒരു മിനി വേർഷൻ എന്നൊക്കെ പറയാം. കാരണം ഭയങ്കര ഗ്ലോബൽ വില്ലേജ് വെച്ച് കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് കയറിയ സ്ഥലത്ത് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉള്ളതാണ്. അങ്ങനെ ഓഫറൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പലതരം ഫുഡുകളും ഐറ്റംസും ഡ്രസ്സസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പല പല ഷോപ്പിൽ നമ്മൾ കയറി ഇറങ്ങി അറ്റ് ലാസ്റ്റ് മക്കൾക്ക് നമ്മൾ ടോയ്സും ഡ്രസ്സസും ഒക്കെ എടുത്തു കേട്ടോ. അവിടെ ഓഫറിൻ്റെ സെക്ഷൻ വേറെ ഉണ്ട്, അല്ലാത്തത് വേറെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ നടന്ന് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ അവിടെ കുട്ടികൾക്കായിട്ട് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിന്നേഴ്സിന് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവർ സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ഏരിയയ്ക്ക് പോയി. അവിടെ ഇതുപോലെ തന്നെ വ്യത്യസ്തമായ പല ഫുഡുകളും ഉണ്ട്. പക്ഷെ നമ്മൾ വേറെ ഒന്നിക്കും പോയില്ല. നമ്മൾ ലുക്കായ മാട്ടിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നെ മക്കൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തു കേട്ടോ. ലുക്കായ മാട്ട് കുഴപ്പമില്ല, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. എന്തോ നമുക്ക് അത്ര നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.